പലരുടെയും മുന്നിൽ സഹായത്തിനായി കൈനീട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു വാതിലും എനിക്കായി തുറന്നില്ല. ഇന്നെന്റെ കാല് മുറിച്ചു മാറ്റേണ്ട ഒരവസ്ഥയിൽ വന്നെത്തിയിട്ടുണ്ട്. അതിനുള്ളിലെ കമ്പികളെല്ലാമായി പഴുക്കുകയും എന്റെ കാലിനി ഒന്നേന്ന് മുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥയിൽ വന്നെത്തിയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എന്റെ കുടുംബത്തിന്റെ ഏക വരുമാനമായിരുന്ന ഞാനും ഈ അവസ്ഥയിലെത്തിയപ്പോൾ എന്നെയും എല്ലാവർക്കും ഒരു ബാധ്യതയായി മാറിയ ഇന്ന് ഞാനൊരു അനാഥ എന്നുള്ള രീതിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. ആരുമില്ലാതെ സഹായിക്കാൻ ആളില്ലാതെ എല്ലാം ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ട്. ഞാനിനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ജീവിക്കണോ മരിക്കണോ അതോ ഇനി എന്ത് ചെയ്യണമെന്നറിയത്തില്ല. പലതവണയായി മരണത്തിൽ നിന്ന് ഇത്രയും ദൂരം വന്നെത്തിയ ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എല്ലാവരും എന്നെ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലോട്ട് കൈനീട്ടുന്നു. എന്റെ കാലിന് ഈ അവസ്ഥയാണ്. ഞാനിനി ഇത് മുറിച്ചു മാറ്റിയാൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇതിന് മുറിച്ചു മാറ്റാൻ പോകാനും എനിക്ക് പറ്റത്തില്ല. ഇപ്പോൾ എനിക്ക് വേദന പോലും സഹിക്കാൻ വയ്യ. ഉറങ്ങാൻ പോലും നിവൃത്തിയില്ല. എല്ലാവരും എന്നെ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്നു. നമസ്കാരം. എൻ്റെ പേര് അനീഷ. കഴിഞ്ഞ 2023 ഡിസംബർ 23 എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അത് പേരൂർക്കടയിൽ വെച്ച് ഞാൻ ബൈക്കിൽ ഫുഡ് ഡെലിവറി ചെയ്യാൻ കൊണ്ടുപോകുന്ന വഴിയിൽ എൻ്റെ ബൈക്കിൻ്റെ പുറകിൽ ഒരു വലിയ ടിപ്പർ ലോറി ഇടിച്ച് ഞാൻ വീഴുകയും ആ സമയത്ത് ആ ലോറിയുടെ ടയർ എൻ്റെ കാലിൽ കൂടെ കയറി ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു. അവിടെ നിന്ന് എന്നെ ഫസ്റ്റ് എയ്ഡ് ചെയ്യാനായിട്ട് പേരൂർക്കട ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. അവിടെ നിന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. മെഡിക്കൽ കോളേജിൽ വന്നപ്പോഴത്തേക്കും എന്റെ കാല് മുറിക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അപ്പോഴത്തേക്കും കൂടെയുള്ളവരെല്ലാം പറഞ്ഞു, വീട്ടിന്റെ ആകെ ഒരു അത്താണിയാണ് ഞാൻ. ജോലിക്ക് പോകുന്നതും ഏക വരുമാനവും എന്റേതായിരുന്നു. അപ്പോൾ അവളുടെ ഈ അവസ്ഥയിൽ കാല് മുറിച്ചാൽ അവൾക്ക് വേറെ ഒന്നിനും സാധിക്കില്ല എന്ന് പറഞ്ഞ് അവർ വീണ്ടും വേറെ ഹോസ്പിറ്റലിലേക്ക്, പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവിടെ 2-3 ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവരെടുത്തില്ല. അവസാനം കിംസിൽ കൊണ്ടുവന്ന സമയത്ത് അവർ 50% പറഞ്ഞെടുത്തു. എടുത്തപ്പോഴത്തേക്കും അവിടെ നിന്ന് സർജറി ആയി, പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഇപ്പുറത്തെ കാലിൽ നിന്നും ചതവെട്ടിയാണ് ഈ കാലിലേക്ക് വെച്ചതും. ഇല്ല, കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയും വരുമാനവും ഞാനായിരുന്നു. എനിക്കൊരു അമ്മയുമാണുള്ളത്. അവർ യൂട്രസ് ഓപ്പറേഷൻ എല്ലാമായി വീട്ടിലാണ്. എന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല. അന്നത്തെ എൻ്റെ ഹോസ്പിറ്റൽ ചിലവല്ല എന്റെ കൂടെ ഉള്ളവരുടെയും ഇൻഷുറൻസ്, കമ്പനിയുടെ ഇൻഷുറൻസും നല്ലവരായ കുറച്ച് ആൾക്കാരുടെയും സഹായത്തോടെ അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും സർജറി കഴിഞ്ഞ് ഡിസ്ചാർജായി. തിരിച്ച് ഒരു 2-3 മാസം മാത്രമേ എനിക്ക് ട്രീറ്റ്മെന്റിനായിട്ട് പോകാൻ കഴിഞ്ഞുള്ളൂ. എൻ്റെ ആക്സിഡന്റ് കഴിഞ്ഞ് 3 വർഷമായി. എനിക്ക് തിരിച്ച് ഒരു 2.25 വർഷമായിട്ട് തിരിച്ച് ഹോസ്പിറ്റലിലോട്ടൊന്ന് പോകാനോ ഒന്ന് കാണിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇന്ന് വരയ്ക്കും. അതിനായിട്ട്